ഊജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകി കോകിലം. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ടം വാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. അടുത്തത് വീണ്ടും എഴുത്തച്ഛൻ ചില ഉപരിപതികളെ ഭൂമിയിൽ ഉപരിയായിരിക്കുന്ന ചില ഉപരിദേവന്മാരെ ആണ് പ്രകീർത്തിക്കുന്നത്, സ്തുതിക്കുന്നത്. അത്ര വാസ്റ്റായിട്ടാണല്ലേ. ഇതുവരെ അനുവാദം ചോദിച്ചു പോവുകയാണ്, അല്ല അവരുടെയൊക്കെ അനുഗ്രഹം തേടി പോവുകയാണ്. ഇനി ആരൊക്കെ എവിടുന്ന് അങ്ങോട്ട് കുറെ പതികളെ ആണ് എഴുത്തച്ഛൻ സ്തുതിക്കുന്നു നോക്കുന്നു. സുരസംഹതിപതി തദനു സ്വാഹാപതി വരദൻ പിതൃപതി നിരർധി ജലപതി തരസാ സദാഗിരി സദയം നിധിപതി കരുണാനിധി പശുപതി നക്ഷത്രപതി സുരവാഹിനീപതി തനയൻ ഗണപതി സുരവാഹിനീപതി പ്രമദഭൂതപതി. എന്താണ്, കുറെ പതികളെയാണ് അങ്ങോട്ട് പറയുന്നത്. ഒക്കെ ഉപരിദേവന്മാരാണ്. നമുക്ക് ഉപരിയായിട്ട് ചില ദേവന്മാർ അവിടെ നിന്ന് ഇങ്ങോട്ട് ഭൂതക്കണ്ണാടി വെച്ച് നമ്മളെ അനുഗ്രഹിക്കാനായിട്ട് ഇരിക്കുന്നു എന്നൊക്കെ ചിന്തിക്കുന്ന കുറെ ആൾക്കാരുണ്ടല്ലോ. ആ ഉപരിദേവന്മാര് നമ്മുടെ മുകളിൽ നിൽക്കുന്ന ചില സ്വർഗീയ പതികളെയാണ് എഴുത്തച്ഛൻ ഇവിടെ പറയുന്നത്. അത് ആരൊക്കെയാണ് എന്ന് തുടങ്ങുന്നത്. എന്താണ് പറയുന്നത്? ഫസ്റ്റ് പറയുന്നു സുര സംഹതിപതി. അപ്പോ ഇവിടെ സുര സംഹതിപതി എന്ന് പറഞ്ഞാല് വേറെ ആരുമല്ല, ഇന്ദ്രൻ, സ്വർലോകത്തിന്റെ അധിപനായിരിക്കുന്ന ഇന്ദ്രനെയാണ് പറയുന്നത്. അപ്പം അസുരന്മാരുടെ അല്ല, സുരന്മാരുടെ മൊത്തമുള്ള സംഹതിപതി ആയിരിക്കുന്ന ഇന്ദ്രനെ അല്ലയോ എനിക്ക് അങ്ങയുടെ അനുഗ്രഹം വേണം, ഇന്ദ്രനെ പറയുന്നു. പിന്നെ തദനു കൂടാതെ സ്വാഹാപതി, സ്വാഹ അറിയാമല്ലേ, അഗ്നിയുടെ ഭാര്യയാണല്ലോ സ്വാഹ എന്ന് പറയുന്നത്. സ്വാഹയുടെ പതിയായിരിക്കുന്ന എന്നാണ് അഗ്നിദേവൻ. അപ്പോൾ സ്വാഹ സാധാരണ ഈ യജ്ഞങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഈ അഗ്നി നേരിട്ടൊന്നും സ്വീകരിക്കില്ല എന്നാണ്. അപ്പോൾ തൻ്റെ പത്നിയിലൂടെ സ്വീകരിക്കൂ. അതുകൊണ്ടാണ് സ്വാഹ അഗ്നിയുടെ പതിയായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നെയ്യ് ചമതകളൊക്കെ കൊടുക്കുമ്പോൾ ഭാര്യയോടാണ് പറയുന്നത്, ഇതൊന്ന് അങ്ങയുടെ ആൾക്ക് കൊടുത്ത് ആ അനുഗ്രഹം ഒന്ന് തരാനൊന്ന് പറയണമേ. അതുകൊണ്ടാണ് സ്വാഹ എന്ന് പറയുന്നത്. അപ്പോൾ പിന്നെ ആരാണ് അടുത്ത ഇവിടുന്ന് പറയുന്നതൊക്കെ വരദനാണ്. വരദൻ, അത് വരദൻ മാത്രമല്ല, വരദൻ പിതൃപതി എന്ന് പറയുന്നുണ്ട്. എന്നാൽ വരങ്ങളെ നൽകുന്ന പിതൃക്കളുടെ പതിയായിരിക്കുന്ന യമദേവൻ. അപ്പൊ അവിടെ യമനെയാണ്, ആരും വിടുന്നില്ല കേട്ടോ, യമനെയും പറയുന്നുണ്ട്. അപ്പം വരദൻ പിതൃപതി, പിന്നെ നിരർധി ജലപതി ഉള്ളതാണ്. അവിടെ അത് അഷ്ടദേവന്മാരിൽപ്പെട്ട ഒരാളാണ് നിരർധി. അത് നിരർധിപതി എന്ന് പറഞ്ഞാൽ അഷ്ടദിക്പാലകന്മാരിലുള്ള ഒരു ദേവനാണ്. അപ്പോൾ അവിടെ നിരർധി പിന്നെ ജലപതി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, വരുണൻ, ജലത്തിന്റെ പതിയായിരിക്കുന്ന ഭരണകർത്താവായിരിക്കുന്ന കൺട്രോളർ ഓഫ് വാട്ടർ ബെൽറ്റ്, അത് വരുണദേവനാണ് അല്ലേ. ഈ വേദങ്ങളിലൊക്കെ ഇങ്ങനെ ഓരോ അന്ന് നമ്മുടെ ഈ മൂർത്തിഭാവങ്ങളെ അല്ലല്ലോ ആരാധിച്ചിരുന്നത് നമുക്ക്. അപ്പൊ അതുകൊണ്ട് ഇവിടെ പറയുന്നു ജലപതി. പിന്നെയോ തരസാ സദാഗതി എന്ന് പറയുന്നു അല്ലേ. തരസാ സദാഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്താ, എപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കുന്ന സദാഗതി, സദയം. അതാരാ തരസാ സദാഗതി. നമ്മളിവിടെ എപ്പോഴും കയറി ഇറങ്ങി പോകുന്ന ആരാ? വായു അല്ലേ. വായു ഭഗവാനെ നമിക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. എന്ന് പറഞ്ഞാൽ വായുദേവൻ ഈ വിശ്വപ്രപഞ്ചത്തിലൊക്കെ സദാസമയവും കാറ്റായിട്ടും നമ്മുടെ മൂക്കിലൂടെ കയറി ഇറങ്ങിയിട്ടും പ്രാണവായു ആയിട്ടും
പ്രാണാപാന വ്യാനാദികളൊക്കെ ആയിട്ടും സദാസമയം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന വായുദേവൻ. അതാണ് വരദൻ, പിതൃപതി, നിരർത്തി ജനപതി, സരസ സദാഗതി, പിന്നെയോ സദയം നിധിപതി. അങ്ങേയറ്റം എല്ലാ നിധികളുടെയും പതിയായിരിക്കുന്ന ആരാണ്? എല്ലാ ലോകത്തിലെ എല്ലാ നിധിയുടെ അധിപൻ കുബേരൻ. അപ്പോൾ അതാണല്ലോ ചില ഹോട്ടലിലൊക്കെ കുബേരന്റെ പ്രതിമയൊക്കെ വെക്കുന്നത്. അപ്പൊ കുബേരന്റെ പള്ളഞ്ചാടിയൊക്കെ ഇരിക്കുന്നത് കണ്ടില്ലേ, കണ്ണും കാട്ടി. അത് വെച്ച് കഴിഞ്ഞാൽ അവിടെ കുറെ സ്വത്ത് വന്നു ചേരും എന്നൊക്കെയാണ് വിശ്വാസം. അതാണ് നിധിപതി എന്ന് പറയുന്നത്. പിന്നെ ആരാണ്? കരുണാനിധി. അപ്പോ നിധിപതി, കരുണാനിധി നമുക്കറിയാം. അങ്ങനെയുള്ള കരുണ നൽകുന്ന നിധിപതി. പശുപതി, അത് പശുപതി എന്ന് പറഞ്ഞാലും ദിക്പാലകൽപ്പെട്ട ഒരാളാണ് പശുപതി. പിന്നെ നക്ഷത്രപതി ആരാ നമുക്കറിയാം. ആരാ നക്ഷത്രപതി എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ. അപ്പോ താരകളുടെ അധിപൻ ചന്ദ്രനെ. പിന്നെ ആരാണ്? സുരവാഹിനി പതി തനയൻ. സുരവാഹിനി പതി തനയൻ ഗണപതി, സുരവാഹിനി പതി പ്രമദഭൂതപതി. അവിടെ സുരവാഹിനി പതി എന്ന് 2 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. നേതൃത്വത്തിൽ തെറ്റുപറ്റിയാണോ? അല്ല, 2 അർത്ഥത്തിലാണ് അത് പറയുന്നത്. അതായത് സുരവാഹിനി പതി തനയൻ എന്ന് പറയുമ്പോൾ ഒരർത്ഥം സുബ്രഹ്മണ്യനെയാണ്. അത് നിങ്ങൾക്കറിയാം. അതായത് സുരവാഹിനി എന്ന് പറഞ്ഞാൽ ശരിക്കും ഗംഗ എന്നർത്ഥമുണ്ട്. സുരന്മാരുടെ വാഹിനി എന്ന് പറഞ്ഞാൽ നദി. പണ്ട് ദേവലോകത്തിലൂടെ മാത്രം ഒഴുകിയിരുന്ന നദിയായിരുന്നല്ലോ ഗംഗ. അതിനെ ഭൂമിയിലേക്ക് കൊണ്ടുവന്ന ഭഗീരഥൻ, ആ കഥകളൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പൊ ഇവിടെ ഭഗീരഥ പ്രയത്നം പോലെ എന്നൊക്കെ പറയുന്നില്ലേ. അപ്പൊ ഇവിടെ ഒരർത്ഥം സ്വർലോകത്തിലൂടെ ഒഴുകിയിരിക്കുന്ന വാഹിനിയായിരിക്കുന്ന ഗംഗയുടെ പതി അല്ലെ, സുരവാഹിനി പതി തനയൻ. അങ്ങനെയുള്ള വാഹിനിയുടെ പുത്രൻ, തനയൻ പുത്രൻ. എത്ര വിശാലമായിട്ട് അർത്ഥം നോക്കും. സുരവാഹിനി പതി തനയൻ. സുരന്മാരുടെ സ്വർഗത്തിലൂടെ ഒഴുകി ഇരുന്ന ഗംഗാ നദിയുടെ ഗംഗയുടെ പതിയായിരിക്കുന്ന ആരാണത് അറിയാം? പരമശിവൻ. പതിയായിരിക്കുന്ന പരമശിവന്റെ തനയൻ, മകൻ. അപ്പൊ അങ്ങനെ വ്യാഖ്യാനം വരുമ്പോ ആരാവും? സുബ്രഹ്മണ്യൻ എന്നൊരർത്ഥം വരാം. അതാണ് ഒരർത്ഥം. ആ ശിവന്റെ തനയനാണ് നമ്മുടെ സുബ്രഹ്മണ്യൻ. മാത്രമല്ല പിന്നെ ആരാണ്? സുരവാഹിനീപതി എന്നും അർത്ഥമുണ്ട്. അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതും ശരിക്കും സുബ്രഹ്മണ്യൻ തന്നെയാണ് വരിക. അതെന്താ? സുരവാഹിനി എന്ന് പറഞ്ഞ സുരന്മാരുടെ സൈന്യം എന്ന അർത്ഥമുണ്ട്. അപ്പോ ദേവന്മാരുടെ സൈന്യാധിപതി എന്ന് പറയുന്നത് സുബ്രഹ്മണ്യനാണ്. അതുകൊണ്ടാണ് 2 അർത്ഥത്തിൽ അവിടെ ഉപയോഗിച്ചിട്ടുണ്ടാവുക. മനസ്സിലായിരുന്നു? സുരവാഹിനി പതി തനയൻ, രണ്ടാമത്തേത് സുരവാഹിനി പതി എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോ വീണ്ടും അതേ അർത്ഥത്തിലേക്ക് തന്നെ വരും. ഏതേ അർത്ഥത്തിലേക്ക്? അതായത് സുരന്മാരുടെ സൈന്യാധിപനായിരിക്കുന്ന, ലീഡറായിരിക്കുന്ന സുബ്രഹ്മണ്യനെയും ഞാൻ നമിക്കുന്നേ. അല്ലേ? ഈ രാമായണം ഈ ഇങ്ങനെ ഈ എന്താ പറയുക, വിഭക്തി രൂപത്തിൽ ചെല്ലുമ്പോ ഇല്ലേ, ചിലൊക്കെ പറയും അതിന്റെ ഈണം ശരിയായില്ല, അതിന്റെ ചുമൽ ശരിയായില്ല എന്നൊക്കെ തെറ്റും. പക്ഷെ അർത്ഥം ചോദിച്ചാൽ ചിലപ്പോൾ അധികം പേർക്ക് അറിയുകയില്ല. അപ്പം ഈ പദച്ഛേദം മനസ്സിലാക്കിയിട്ടാണ് ശരിക്ക് ഈണം. നമുക്ക് ഏത് ഈണത്തിലും നിങ്ങൾക്ക് കേൾക്കാൻ ഇമ്പമുള്ള ഈണത്തിന് നമുക്ക് രാമായണത്തെ സമീപിക്കാം. അതാണ് ഭക്തി, യുക്തി, വിഭക്തി. വിഭക്തിയിലേക്ക് കടക്കുമ്പോൾ ഇപ്പൊ ഞാൻ ചെല്ലുന്നൊന്നും ആ കേൾക്കാൻ ഇമ്പമുള്ള രീതിയിൽ ആയിക്കോണമെന്നില്ല. മനസ്സിലാവുണ്ടോ? പക്ഷെ അതിന്റെ വ്യാഖ്യാനമാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഉൾക്കൊണ്ട്. വാൽമീകി രാമായണം സംസ്കൃതത്തെ നമ്മൾ വ്യാഖ്യാനം നമ്മൾ കുറെ 10-32 ചില വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് വാൽമീകി രാമായണത്തിന്റെ. അത് സംസ്കൃതത്തിന്റെ പദാനുപദ തർജ്ജമയായിട്ടാണ് അതിൽ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇവിടെ പഠിക്കാൻ ഒത്തിരി ബുദ്ധിമുട്ടുള്ളതാണ്. ഇവിടെ എല്ലാവരും ഭക്തി ശ്രേഷ്ഠന്മാരാണല്ലോ അല്ലെ. അതുകൊണ്ട് ഭക്തിക്ക് കർക്കിടക മാസത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ടാണല്ലോ നമ്മൾ ഈ രാമായണ മാസ സമാചരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ മാസം കഴിഞ്ഞാൽ പിന്നെ രാമായണം വേണ്ടതൊന്നും വേണ്ട. ഈ ഒരു മാസത്തിൽ ഭയങ്കര ഭക്തിയാണ്. രാമായണം
മാസം ഒരു മാസം സത്യം പറഞ്ഞ ആത്യന്തികത്തിലില്ല. എല്ലാ മാസത്തിലും രാമായണം ചൊല്ലാം. അതായത് കർക്കിടക മാസത്തിൽ മാത്രമൊന്നല്ല രാമായണം ആലപിക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ദിനം പ്രതി നമുക്ക് രാമായണം ആലപിക്കാം എന്നുള്ളതാണ്. അപ്പോൾ ആ രാമായണം നമ്മൾ ചൊല്ലുമ്പോൾ ഇതൊക്കെ ഒന്ന് സ്വരവാഹിനി പതി എന്ന് നമ്മൾ കേൾക്കുമ്പോൾ എന്താണ് അതിൻ്റെ ഉള്ളിലത്തെ അർത്ഥം എന്നുകൂടി മനസ്സിലാക്കിയിട്ട് നമ്മൾ പോകണം. ഇനി അടുത്തെന്താണ് പ്രമദഭൂതപതി. പ്രമദഭൂതപതി അത് വേറൊരർത്ഥമാണ്. അതായത് എല്ലാ ഭൂതങ്ങളുടെയും പതിയായിരിക്കുന്ന, എല്ലാ ഭൂതങ്ങളുടെയും പതി ആരാണ്? ശിവൻ. അപ്പം അങ്ങനെയുള്ള ശിവൻ ഒരുപാട് പ്രാവശ്യമായി ഇദ്ദേഹം നമസ്കരിക്കുന്നു. അപ്പം അല്ലേ, പ്രമദഭൂതപതി. പിന്നെയോ ശ്രുതിവാക്യാത്മാ ദിനപതി ഗേടനാമ്പതി. ജഗതി ചരാചര ജാതികളായുള്ളൊരു അഗതിയായോരടിയൻ അനുഗ്രഹിക്കണം. അപ്പോൾ ഇവിടെ പറയുന്നതാണ്. എന്താ പറയുന്നത് നോക്കും. അടുത്ത് എന്താണ്? ശ്രുതിവാക്യാത്മാ ദിനപതി ഗേടനാമ്പതി ജഗതി ചരാചര ജാതികളായുള്ളോരും അഗതിയായോരടിയൻ അനുഗ്രഹിക്കേണ മകമേ സുഖമേ ഞാനി സംബന്ധിക്കുന്നേ. അപ്പോ എന്താ അടുത്ത് പറയുന്നത്? ഈ വീണ്ടും പറയുകയാണ്. എന്താ പറയുന്നത് നോക്കൂ. ഇവിടെ ഈ ശ്രുതിവാക്യാത്മാ, ശ്രുതി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? വേദത്തിന്റെ ശ്രുതി സ്മൃതി രണ്ടും ആവണമല്ല. അപ്പോൾ സ്മൃതിയെല്ലാം ശ്രുതിയും സ്മൃതിയും ഉണ്ട്. സ്മൃതി നമ്മൾ ഉപനിഷത്തിലല്ല വരുന്നത്. ഇവിടെ നേരിട്ട് അനുഭവ വേദ്യമായിരിക്കുന്നു. ഇവിടെ ശ്രുതിവാക്യാത്മാ ദിനപതി. അപ്പോൾ ഈ എല്ലാ ശ്രുതികളുടെയും ആത്മാവായിരിക്കും ദിനപതിയെ. ദിനപതി എന്നൊന്നും അറിയില്ലേ? ആരാ ദിനപതി? എല്ലാ ദിവസവും നമുക്ക് കാണുന്ന പതി ആരാ? സൂര്യൻ. ശരിക്കും വേദവാക്യങ്ങളുടെ മെയിൻ ഉപജ്ഞാതാവ് സൂര്യൻ എന്നാണ് പറയുന്നത്. നമുക്ക് സൂര്യഗായത്രി മന്ത്രമല്ല നമ്മൾ ചെയ്യുന്നത്. അപ്പം ഓം സ്വാഹ എന്നുള്ള മന്ത്രമാണ്. അപ്പൊ ഇവിടെ ശ്രുതിവാക്യം അതിന്റെ ആത്മാവായി നിലകൊള്ളുന്ന ദിനപതി എന്ന് പറഞ്ഞ സൂര്യനെയും ഞാൻ നമസ്കരിക്കുന്നു. അത് എണീറ്റാൽ ഉടനെ സൂര്യ നമസ്കാരം എല്ലാം ചെയ്യുന്നതാണ്. അപ്പോൾ പിന്നെ ഗേടനാമ്പതി എന്ന് പറഞ്ഞാലും ശരിക്കും പറഞ്ഞാൽ ഇവിടെ ശ്രുതി വാക്യങ്ങളുടെ സൂര്യനാണ്. അതുപോലെ ഈ ഗേടനാമ്പതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ആരാണ്? നമ്മുടെ മൊത്തം ഗ്രഹങ്ങളുടെ പതി. ഗേടനാമ്പതി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗ്രഹങ്ങളുണ്ടല്ലോ, എല്ലാ ഗ്രഹങ്ങളുടെയും പതിയെ ഞാൻ നമിക്കുന്നു. അതും ശരിക്കും അങ്ങനെ തന്നെയാണ്. സൂര്യനിൽ ഉൾക്കൊള്ളുന്നതാണ്. ഗണനാമ്പതിയായും ദിനപതിയായിരിക്കുന്ന ശ്രുതിവാക്യാത്മായിരിക്കുന്ന സൂര്യദേവനെ ഞാൻ നമസ്കരിക്കുന്നു. പിന്നെയോ ജഗതി ചര അജരാജാദികൾ, ചരങ്ങളും അജരങ്ങളുമായിരിക്കുന്ന, ചലിക്കുന്നതും ചലിക്കാത്തതും താവര ജംഗം എന്നല്ലേ, ഇപ്പൊ വൃക്ഷങ്ങളൊക്കെ പ്ലാന്റ് ബീയിങ്സ് ഒക്കെ അജരത്തിൽപ്പെട്ടതാണ്. ഈ പ്രകൃതിയെയും എഴുത്തച്ഛൻ വന്ദിക്കുന്നു. പ്രകൃതിയില് ചലിക്കുന്നതും ചലിക്കാത്തതുമായിട്ടുള്ള എല്ലാവരെയും, ഇത് ആരെ ഉൾപ്പെടുത്താത്തത്, അങ്ങനെയുള്ള എല്ലാവരെയും അഗതിയായോ, ഞാനൊരു അഗതിയാണ്. അവിടെയും വീണ്ടും എഴുത്തച്ഛൻ വളരെ അതിയായ ഒരു എളിമ ആണ് പറയുന്നത്. ഞാൻ ആരാ? ഞാൻ ഏറ്റവും അടിയിൽ കിടക്കുന്ന അഗതിയാണ്. ഡൗൺ ട്രോഡൻ എന്ന് പറയും ഇംഗ്ലീഷില്. അപ്പൊ അഗതിയായോരടിയൻ അനുഗ്രഹിക്കണം. എഴുത്തച്ഛൻ പരിജ്ഞാനി ആണ് പറയുന്നത്, ഞാൻ ഏറ്റവും ഉടമയല്ല, ഏറ്റവും അടിമയാണ്. ഏറ്റവും താഴ്ത്തട്ടിലുള്ള അഗതിയായിരിക്കുന്ന, ശരണാർത്ഥിയായിരിക്കുന്ന, ഞാൻ ശരണം തേടി വരുന്ന ഒരു അടിയനെ അനുഗ്രഹിക്കണം നിങ്ങളെല്ലാവരും. എങ്ങനെ? അകമേ സുഖമേ, വേണമെങ്കിൽ നമുക്ക് പറയാം അകത്തും പുറത്തും സുഖത്തിനായിക്കൊണ്ട് ഞാൻ ഇസം വന്ദിക്കുന്നേ, ഞാൻ
നിശം വന്ദിക്കുന്നേ എന്നാൽ ഞാൻ അനിശം എന്ന് പറഞ്ഞാൽ എല്ലായ്പ്പോഴും അവിടെ അകാരം വരുന്നുണ്ട്. അപ്പം ഞാൻ അവിടെ അനിശം ഞാൻ എല്ലായ്പ്പോഴും നിങ്ങളെയൊക്കെ പേര് ഞാൻ ഓർക്കുന്നു, എല്ലാവരുടെയും അനുഗ്രഹം എനിക്കുണ്ടാകണം എന്ന് പറഞ്ഞുകൊണ്ട് എഴുത്തച്ഛൻ ഇവിടെ ഇനിയും വീണ്ടും വരുന്നുണ്ട്. ഈ വ്യാഖ്യാനം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാലേ നമുക്ക് രാമായണ കഥയിലേക്ക് പോകാൻ പറ്റുള്ളൂ. അനിശൻ വന്ദിക്കുന്നേ. ഇനി അടുത്തത് എഴുത്തച്ഛനെ കുറിച്ച് അല്പം പറയുന്നുണ്ട്. അതടുത്ത 4 വരി നമുക്കടുത്ത ചിന്തിക്കാം. ഏതായാലും ഇപ്പോൾ നമുക്ക് അധ്യാത്മരാമായണത്തിൻ്റെ പദാനുപദ പരിച്ഛേദങ്ങളൊക്കെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. എന്നിട്ട് വിഭക്തി രൂപത്തിൽ നിങ്ങൾക്ക് എങ്ങനെയൊക്കെ പാരായണം ചെയ്യാൻ പറ്റുമോ ആ രീതിയിലെല്ലാം രാമായണം നമുക്ക് പരിജ്ഞാനത്തിൽ നമുക്ക് പാരായണം ചെയ്യാം. നിർത്തുന്നു. ബാക്കി അടുത്ത വീഡിയോയിൽ വീണ്ടും ഉൾക്കൊള്ളിക്കാം.